നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വിശാൽ സാറേ, അപ്പോ സാറിനും അടി പതറിയല്ലേ? ആനയ്ക്കും വഴിയിലൊരു വാരിക്കുഴി ഉണ്ടാവും. അത് പടയപ്പയാണെങ്കിലും കൊലകൊല്ലിയാണെങ്കിലും. ലൈസൻസ് ഇല്ലാത്ത നിന്റെ നാക്കൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, നാവ് വെട്ടി വാഴയിൽ വെച്ച് തരും ഞാൻ. എന്തായത് വിശാൽ സാറേ, നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടതല്ലേ? ഞാനൊരു തമാശ പറഞ്ഞതാ. ഒരു കള്ളൊപ്പിന്റെ പേരില് സാറ് കബളിപ്പിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോ ക്ഷമിക്കണം. സോറി. ലീവ് ഇറ്റ് മാൻ. പെട്ടെന്ന് എനിക്കും എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോ എല്ലാം ഓക്കെ ആയി. ഒരു കാര്യം ഓർത്തോണം, മുട്ടനാടുകൾ കൂട്ടിയിടിക്കുന്നത് നോക്കി ബക്കറ്റുമായി കുറുനരികൾ നിൽപ്പുണ്ട് ചോര പിടിക്കാൻ. അപ്പോ നമ്മൾ കൂട്ടിയിടിക്കരുത്. ശത്രുവിന്റെ വീഴ്ച, അതാണ് നമ്മുടെ ലക്ഷ്യം. പീരങ്കിക്കുഴലിന്റെ ഉന്നം, വെടിയുണ്ടയുടെ വേഗം, അതാണ് നമുക്ക് വേണ്ടത്. ഐവിയുടെ അവൈലബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് പറയണം. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ ഡോക്ടർ. ദേവിക, എനിക്ക് 1-2 ലാബ് റിപ്പോർട്ടുകൾ കൂടി കിട്ടാനുണ്ട്. അതൊന്ന് നോക്കി മെഡിസിൻ എഴുതിയാൽ ഉടൻ നമുക്ക് പുറപ്പെടാം. ശരി ഡോക്ടർ. സ്വാമി എത്തിയോ? സ്വാമി ശരണം. വിളിച്ച വിളിപ്പുറത്തല്ലേ ഈ സ്വാമി. നിങ്ങൾ ബാഗുകൾ വണ്ടിയിൽ വെച്ചോ. അപ്പോഴേക്കും ഞാനൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വന്നോളാം. ദേവിക, ഫാർമസിയുടെ ചുമതല 2 ദിവസത്തേക്ക് സിസ്റ്റർ ജയെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട് ഡോക്ടർ. പിന്നെ ഡ്യൂട്ടി ഷിഫ്റ്റിന്റെ കാര്യവും അറേഞ്ച് ചെയ്ത് എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ജയശങ്കർ സാർ. ഹലോ സാർ. ഇല്ല, പുറപ്പെട്ടില്ല. ഇതാ ഇറങ്ങാൻ തുടങ്ങുക. ഞാൻ വിളിച്ചോളാം. ശ്രുതിമോള് ഹാപ്പി അല്ലേ? ഓക്കെ. ടൂറ് പോവായിരിക്കും അല്ലേ? ചോദിക്കാനും പറയാൻ ആരുമില്ലെങ്കിൽ പിന്നെ എന്തു ആവാലോ. മൈൻഡ് യുവർ വേർഡ്സ്. ചോദിക്കേണ്ടവരടുത്ത് ചോദിച്ചും പറഞ്ഞും പകൽ വെളിച്ചത്ത് തന്നെ പോകുന്നു. അല്ലാതെ അവിടെ മറ്റു ചിലരെ പോലെ തട്ട് തരികിട പരിപാടികളൊന്നുമില്ല. എന്താ ഇവിടെ? അല്ല, സുനിത ഡോക്ടർക്ക് ചില സംശയങ്ങൾ, ഞാൻ അതൊന്ന് തീർത്തു കൊടുത്തത്. നിങ്ങൾ വണ്ടി കയറി. ഡോക്ടറെ, പോയിട്ട് വരാം. ഹാപ്പി ജേർണി. താങ്ക് യു. അവര് വയനാടിന് പുറപ്പെട്ടു. നീയൊക്കെ പിന്നാലെ തന്നെ കാണണം. ഒരടി അകലത്തില്, നിഴല് പോലെ. അല്ല, ചുമ്മാ പുറകെ പോയാൽ മതിയോ അണ്ണാ? അതോ നിരഞ്ജൻ ഡോക്ടർക്കും ദേവികയ്ക്കും നമ്മുടേതായ എന്തെങ്കിലും പണി കൊടുക്കണോ? അതും വേണ്ടി വരും. പക്ഷേ ദേവികയുടെ ദേഹത്ത് മാത്രം ചോര പൊടിയത്. സ്വാമി, നിരഞ്ജൻ 2 ചിറകുകളാവളുടെ. നമുക്ക് നോക്കാം. നീയൊക്കെ എന്തായാലും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു വിട്ടോ. എന്തിനാണ് ഒരു കാര്യമില്ലാതെ അവരെ ഉപദ്രവിക്കാൻ പോകുന്നത്? ഓഹോ, നിനക്കെന്താടാ പെട്ടെന്നൊരു മനമാറ്റം? അതോ കുമ്പസരിച്ച് മാനസാന്തരം വന്നോ? പൂജയ്ക്കുള്ളത് തീയിലേക്കാണോ വായിലേക്കാണോ എന്നൊക്കെ നീ ഒന്നും തിരക്കേണ്ട കാര്യമില്ല. സ്വാഹ, അത്രേ ഉള്ളൂ. അല്ലണ്ണ, ഇവനെ എന്റെ അമ്മയുടെ ഡയാലിസിന്റെ ടെൻഷനില്ല. ഡയാലിസും പുട്ടും കടലയൊക്കെ നടക്കണമെങ്കിലേ ഞാൻ പറയുന്ന പണി ചെയ്യണം. അല്ലണ്ണ, എന്ത് പണി ചെയ്താലും അതിനൊരു ന്യായം വേണ്ടേ? നീ വലിയ ന്യായം ഉണ്ടാക്കാനും തരയാനും നിന്നാലേ കരമനയായിട്ട് നീന്തി കളിക്കാം. എത്ര വാരിയല്ലോണ്ടാ? 8, 10, 12? ടിപ്പറിന് പോയിട്ട് ഒരു സൈക്കിളിന് പോലും തികയത്തില്ലല്ലോടാ. അണ്ണ, ഞാൻ പൊക്കോളാം. എടുക്കാൻ
ബാബുജി മുമ്പ് തന്ന വിവരങ്ങൾ വെച്ച് അവിടെ ഒരു വീടുണ്ട്, താമസക്കാരും. അവിടെയുള്ളത് പൊന്നുമണിയാണോ എന്നാ ഇനി അറിയേണ്ടത്. അത് നമ്മുടെ പൊന്നുമണിയാണെങ്കിലും ജെസ്സി ആണെങ്കിലും ക്രിസ്തുദാസ് എന്ന ആ ചതിയൻ ശരത്താണോ എന്ന് നമുക്കിന്നറിയാം. സത്യത്തില് ഇതൊരു യാത്രയല്ല, ഒരു വേട്ടയാണല്ല സാർ. ഒരു കുറുനരിയെ കുടുക്കിട്ട് പിടിക്കാൻ. വേട്ട മാത്രമല്ല സ്വാമി, ഇതൊരു റെസ്ക്യൂ ഓപ്പറേഷൻ കൂടിയാണ്. ഒന്നുകിൽ പൊന്നുമണി, അല്ലെങ്കിൽ പൊന്നുമണിയെ പോലെ ഒരു പാവം കുട്ടി, അതിനെ രക്ഷിക്കാൻ. ദൗത്യം അത്ര എളുപ്പമായിരിക്കില്ലെന്ന് എനിക്കറിയാം. പോലീസിനെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് കാണാതായ 100 കണക്കിന് പെൺകുട്ടികളിൽ ഒരാൾ മാത്രമാണ് പൊന്നുമണി. പക്ഷേ എനിക്ക് ശങ്കരമാമനെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തണമെങ്കിൽ പൊന്നുമണിയെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയേ പറ്റൂ. പറ്റും സർ. നമ്മൾ തിരിച്ചു പോകുമ്പോ നമ്മുടെ കൂടെ പൊന്നുമണി ഉണ്ടായിരിക്കും. ലോക്കൽ പോലീസിന്റെ ഒരു സഹായം നമുക്ക് ചോദിക്കായിരുന്നു. അത് ചിന്തിക്കാനല്ല സ്വാമി, ബാബുജിയോട് ഞാൻ ഇക്കാര്യം ചോദിച്ചതാ. പക്ഷേ ഇത് വളരെ രഹസ്യ സ്വഭാവമുള്ള നമ്മുടെ ഒരു പാരലൽ അന്വേഷണമല്ലേ. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ശത്രുക്കളിലേക്ക് വിവരം ചോർന്നാലോ? അതെ, ഡോക്ടർ പറഞ്ഞതാ ശരി. വിശ്വസിക്കുന്നവരെ മാത്രം നമ്മൾ കൂടെ നിർത്തിയാൽ മതി. നമുക്ക് മുൻപേ നീക്കം തുടങ്ങിയതാ നമ്മുടെ ശത്രുക്കള്. അതുകൊണ്ടാണല്ലോ ഭീഷണിയായിട്ട് ശങ്കരമ്മാവന്റെ മുൻപില് പലരും എത്തിയത്. ശത്രു, അപകടം, മരണം, ഇത് മൂന്നും പിന്തുടർന്നു വരുന്നതാണ്. അത് വരേണ്ട സമയത്ത് വരും. ബാബുജി പറഞ്ഞത് വെച്ച് ലക്ഷ്യത്തിലേക്ക് ഇനി അധിക ദൂരമില്ല. അതൊന്നും സാരല്ല. എന്തും നേരിടാൻ തീരുമാനിച്ച ഉറച്ചല്ല നമ്മൾ ഇറങ്ങി തിരിച്ചത്. ഇനി ലക്ഷ്യം കണ്ടിട്ട് മടക്കുള്ളൂ. അതെ, സ്വാമിയേട്ടൻ പറഞ്ഞതാ ശരി. എത്ര ബുദ്ധിമുട്ടിയാലും നമ്മൾ ലക്ഷ്യത്തിലെത്തും. ഹോസ്പിറ്റലിൽ നിന്നാണല്ലോ. എന്തോ എമർജൻസി ഉണ്ട്, അല്ലെങ്കിൽ വിളിക്കില്ല. ഹലോ ഹലോ ഡോക്ടർ, കേൾക്കാമോ? ഹലോ ഹലോ